ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ, ചെമ്മീൻ കൽമാസ്. അപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലക്കാർക്ക് ചെറുതായിട്ടൊരു അഹങ്കാരത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു കൽമാസ് എന്ന് പറയുന്നത്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്, എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ മൊത്തത്തിൽ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ കൽമാസിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ 1/2 കിലോ വെയിറ്റ് പറയുന്നത് നമ്മൾ തൊലിയൊക്കെ കളയുന്നതിന് മുന്നേ ഉള്ള വെയിറ്റാണ് 1/2 കിലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ചെമ്മീൻ എടുക്കുക കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ ഇതിൽ നമുക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഞാൻ ഈ ചെമ്മീൻ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കുറച്ച് ഉപ്പും മാത്രം ഇട്ടിട്ട് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെക്കുമ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ, മസാല പിടിച്ച് കിട്ടും. ഇനിയിപ്പോൾ നമുക്കൊന്ന് ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇതാ ഈ ഒരു പാനിലേക്ക് ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നുകൂടി നല്ല ഫ്ലേവർ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇതാ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് എണ്ണയിൽ മിക്സാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് എണ്ണ വെച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യേണ്ട, കുറച്ചൊന്ന് ഒഴിച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കറിവേപ്പിലയും മസ്റ്റായിട്ട് ഇടണം, അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വേറെ എന്താണ്, ഈ ഒരു ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അങ്ങനെ ഓവറങ്ങ് ഉണങ്ങി ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട കേട്ടോ. കുറച്ച് സോഫ്റ്റായിട്ട് എന്നാൽ അത്യാവശ്യം ഫ്രൈ ആവാൻ വേണം, ഒരു ശാലോ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഇതൊന്ന് ഞാൻ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കട്ടെ, എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. ഇപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് കോരിയിട്ട് മാറ്റി വെക്കണേ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ ഒരു 3 മീഡിയം വലുപ്പമുള്ള സവാളയും കൂടി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള 3 ഓവർ വലുപ്പം ഇല്ലാതാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങളെ ചെമ്മീൻ്റെ അളവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ ഒരല്പം ഉപ്പും കൂടി ഈ ഒരു ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഓവർ വേണ്ട കേട്ടോ, കാരണം നമ്മൾ ഓൾറെഡി ചെമ്മീനിൽ ഇട്ടതാണല്ലോ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ സവാള നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ സോഫ്റ്റായി കിട്ടുന്നവരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ സവാള കണ്ടില്ല, അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നാൽ ഓവർ അങ്ങ് വെള്ളം വരുന്ന ആ ഒരു ടെക്സ്ചറിലാക്കി എടുക്കാൻ വേണ്ട കേട്ടോ, ഇത്രയും മതി. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം 1 ഇഞ്ച് വലുപ്പം സൈസ് വരുന്ന ഇഞ്ചിയും എടുത്തിട്ടുണ്ട്, ഒരു 2 വലിയ പച്ചമുളകും, അതുപോലെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. 3 കൂടി ഒന്നിച്ച് ചതച്ചതാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ചെറിയൊരു അരപ്പൊന്ന് റെഡിയാക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ ഏകദേശം 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു മെഷറിംഗ് കപ്പിലാണ്, 125 ml മെഷറിംഗ് കപ്പിൽ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു 2 തണ്ട് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ഇതിലേക്ക് എക്സ്ട്രാ ചേർക്കണ്ട കേട്ടോ, ഇത്ര മാത്രം മതി. ഇനി ഇത്രയും ചേർത്തിട്ട് ഒന്നങ്ങ് ഓവറങ്ങ് അരയാത്ത രീതിക്ക് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുമല്ലോ, തേങ്ങ ഒന്ന് ഒതുക്കി എടുക്കുമല്ലോ, ആ ഒരു രീതിക്ക് ഒന്ന് ഒതുക്കി എടുത്തിട്ട് വരാം. അപ്പോഴത്തേക്ക് നമ്മുടെ മസാലയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെയാണ് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒന്നങ്ങ് ഒതുക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൽമാസിൻ്റെ മസാല എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു തേങ്ങ ഇല്ലാതെയും ചെയ്യാം കേട്ടോ. ഞാൻ ഓൾറെഡി നമ്മുടെ ചിക്കൻ കൽമാസൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെ വെറും ഉള്ളി മസാലയും ചെയ്യാം. പക്ഷേ ചെമ്മീനിലൊക്കെ എന്ന് വെച്ചാൽ ഈ ഒരു തേങ്ങയുടെ ആ ഒരു ഫ്ലേവറും വരുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചെമ്മീനില്ല, അതാവുന്ന നെയ്യോട് കൂടി തന്നെ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചിലർക്ക് സംശയം ഉണ്ടാവും, തേങ്ങ ഇടുമ്പോൾ തേങ്ങൻ്റെ ചുവയായിരിക്കുമോ മുന്നിൽ നിൽക്കുക എന്നുള്ള. അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട കേട്ടോ. തേങ്ങ നമ്മളൊരു പേരിന് ഇടുന്നേ ഉള്ളൂ, അതിൻ്റെ ഫ്ലേവർ അങ്ങനെ മുന്നിൽ നിൽക്കുമോ തേങ്ങ കടിക്കുമോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ.
ഇനിയിപ്പോൾ ഞാൻ ഉപ്പ് ഒരല്പം ഇട്ടിട്ടുണ്ട് കേട്ടോ, കുറവായതുകൊണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. വേറെ ഒരു പൊടികളും വേണ്ട കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ഇട്ടത് ചെറിയൊരു ഭംഗിയുള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് ചേർത്താൽ മതി. വേറെ ഒരു പൊടികളും ചേർക്കേണ്ട. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സിങ് പരിപാടി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒരല്പം മല്ലിയിലയും കൂടി ഞാൻ ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു മസാല. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പത്തിരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ ഏത് പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ, അരിപ്പൊടിയോ വേണമെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ പത്തൽ ഒറോട്ടിപ്പൊടിയില്ല, അതാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു അരിപ്പൊടിയിലേക്ക് നമുക്ക് ചെറിയൊരു തേങ്ങയുടെ അരപ്പൊന്ന് അരച്ചിട്ട് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ചെറിയൊരു അരപ്പൊന്ന് റെഡിയാക്കിയാം. ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഈ ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിപ്പൊടി എടുക്കുന്നതിൻ്റെ നേരെ പകുതിയായിട്ട് എടുത്താൽ മതി കേട്ടോ തേങ്ങ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1.25 ടീസ്പൂൺ വലിയ ജീരകമാണ്, ഫെന്നൽ സീഡ്സ്. ഏകദേശം ഒരു 1.5 ടീസ്പൂണിൻ്റെ അടുത്തായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ക്യുമിൻ സീഡ്, ചെറിയ ജീരകയില്ല, അതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 8 മുതൽ 9 വരെ ചെറിയ ഉള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ ഉള്ളീൻ്റെ ചെറിയൊരു പീസ് ചേർത്താൽ മതി. പക്ഷേ ചെറിയ ഉള്ളി ആകുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് എന്തായാലും ഉണ്ടാവില്ല, അതെല്ലാവർക്കും അറിയാമല്ലോ. ഇതൊക്കെ നിങ്ങൾ ഫ്ലേവർ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ, കാരണം ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഇനിയിപ്പോൾ ഇതെല്ലാം ചേർത്തിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ട് വരാം. ഓവർ അങ്ങനെ അരയരുത് കേട്ടോ, ഒന്നെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് ചതുങ്ങിയ രീതിക്കാവുമല്ലോ, അങ്ങനെ ഒന്ന് ആക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ ഇത്രയും മതി കേട്ടോ, ഓവർ അരക്കാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ നമുക്കിത് മൊത്തത്തിൽ ഈ ഒരു നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ, കാരണം പത്തിരിപ്പൊടിയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അറിയാലോ തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ പച്ചവെള്ളം എടുത്തിട്ടുള്ളത്, കാരണം ഞാൻ നമ്മുടെ ഒറോട്ടിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒറോട്ടിപ്പൊടി നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പൊടി കുഴക്കുക. അപ്പോൾ ഓരോ പൊടിക്ക് കണക്കുണ്ടാവുമല്ലോ, ഇന്ന പൊടിക്ക് ഇന്ന വെള്ളം വേണം എന്നുള്ളത്. അത് നോക്കിയിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് തന്നെ കുഴക്കണേ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ആവശ്യത്തിന് വെള്ളം അനുസരിച്ചിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള രീതിക്ക് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഓവർ ടൈറ്റായി ഹാർഡായി പോകേണ്ട മാവ്, ഓവർ അങ്ങനെ ലൂസായിട്ട് വെള്ളം പോലെ ആവുകയും വേണ്ട, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുത്തിട്ട് നമുക്കിതുപോലെ കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റണം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. കണ്ടില്ലേ, നല്ല രീതിക്ക് പറ്റുന്നുണ്ട്. ഓവർ ടൈറ്റായി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്കിത് വേവിക്കുന്ന സമയത്ത് മൊത്തത്തിൽ ക്രാക്ക് വരും, വിള്ളൽ വരും, എൻ്റെ മസാല പുറമേയൊക്കെ ആവും. അതുകൊണ്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ പരിപാടി ഒന്നുമില്ല, നമുക്കിതും ഫില്ലിങ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങില്ല, അത് വെച്ചിട്ട് പെട്ടെന്ന് ഉരുട്ടിയെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിൽ ഞാൻ കുറച്ച് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് കയ്യിൽ നമുക്ക് തടവി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആദ്യം തന്നെ കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ഒരല്പം എടുക്കുക കേട്ടോ. അത് വലുപ്പമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മിഡിലായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് ഫില്ലിങ് വേണം 1-2 സ്പൂൺ ഫില്ലിങ് വെക്കുക. എന്നിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ, വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ ഉന്നക്കായുടെ ഷേപ്പില്ലേ അതുപോലെ തന്നെ. അപ്പോൾ ഫില്ലിങ് ആദ്യം ഇതുപോലെ വെച്ചതിന് ശേഷം സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുത്താൽ മതി കേട്ടോ, സെയിം ആസ് ഉന്നക്കായി തന്നെ. ഇങ്ങനെയാണ് പൊതുവേ കടയിൽ നിന്നൊക്കെ ഇപ്പോൾ കൽമസ് ഉണ്ടാകുന്ന കാണൽ. പിന്നെ കടയിലൊന്നും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നതിൽ അത്രയും ഭംഗിയിൽ മൊഞ്ചിലൊന്നും ഉണ്ടാക്കി വെക്കില്ലല്ലോ, നമ്മൾ വീട്ടിലാകുമ്പോൾ നല്ല മൊഞ്ചിലൊക്കെ ആക്കി വെക്കുമല്ലോ. അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാക്കി എടുത്താൽ മതി. ഈ ഒരു ഷേപ്പ് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നില്ലേ, ഈ നമ്മുടെ കൈയുടെ ഈ ഒരു മിഡിൽ ഭാഗം വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. തിരിച്ച് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ചെമ്മീൻ കൽമാസ്. ഒന്ന് ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. ശരിക്കും ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഒരാൾ മാത്രമായിട്ടല്ല കേട്ടോ ചെയ്യുക. ഇങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നത് 1-2 ആൾക്കാരിൽ ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. പിന്നെ ഞാൻ ഇതിപ്പം വീഡിയോക്ക് വേണ്ടിയിട്ട് കുറച്ചല്ലേ ആക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതേ ഉള്ളൂ. സാധാരണ എന്തെങ്കിലും പരിപാടിക്കോ അല്ലെങ്കിൽ വീട്ടിൽ കുറേ എല്ലാം ആക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉമ്മയും ഞാനും എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഉരുട്ടലാണ് കേട്ടോ. അന്നേരം വേഗം പരിപാടി കഴിയും. അപ്പോൾ ഇതാ ഞാൻ ഇത് മൊത്തത്തിൽ ചെയ്തെടുക്കട്ടെ. നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇത് 3-4 ഇവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ. ഞാൻ ഇത് മൊത്തത്തിൽ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ 14 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്.
ഇനിയിപ്പോൾ നമുക്ക് സിമ്പിളാണ് പരിപാടി, ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ആവിപ്പാത്രം ഇല്ലേ, സ്റ്റീമർ, ഇതിലേക്ക് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ചൂടായതിന് ശേഷം ഈ ഒരു തട്ടില്ലേ, ഒന്നുകിൽ അതിലേക്ക് വാഴയില പിരിച്ചു കൊടുക്കുക, എന്നിട്ട് വേവിച്ചെടുത്താൽ മതി. ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ ഇല പറിക്കാൻ വിട്ടുപോയി കേട്ടോ, കാരണം പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് തന്നെ വീഡിയോക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ അടിയിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടില്ല, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള കൽമാസ് ഇതുപോലെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേവിക്കണോ അത് എത്രത്തോളം ഇട്ട് കൊടുത്തിട്ട് വേവിക്കണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം കേട്ടോ, ഓരോ സ്റ്റീമറിൻ്റെ വലുപ്പത്തിനനുസരിച്ച്. ഞാനിപ്പോൾ അട്ടിക്കട്ടിക്കൊന്നും ഇടുന്നില്ല, ഓരോന്നോരോന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് 2 ട്രിപ്പായിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് കറക്റ്റ് 15 മുതൽ 20 മിനിറ്റാണ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിൻ്റെ ടൈം എന്ന് പറയുന്നത്, ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 15 to 20 മിനിറ്റ് ഓരോരോ ഫ്ലെയിമിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അതിപ്പോൾ 15 മിനിറ്റ് ആകുന്ന ടൈമിൽ ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് നോക്കിയിട്ട് വീണ്ടും വേവിച്ചെടുക്കുക. ഇപ്പോൾ ഏതാണ്ട് ഒരു 20 മിനിറ്റൊക്കെ ആയാലും നമ്മുടെ കൽമാസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിങ്ങെടുത്ത് മാറ്റട്ടെ, കുറച്ചൊന്ന് ചൂട് തണുക്കുമ്പോൾ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ചൂടോടെ എടുക്കണ്ട, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പറ്റിയിട്ട് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ വെക്കുന്നതാണെങ്കിൽ ചൂട് തണുക്കുന്നവർ ഇതങ്ങ് അടച്ചു വെച്ച് കൊടുത്താൽ മതി കേട്ടോ, എന്നിട്ട് പിന്നീട് ഫ്രൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും മൊത്തത്തിൽ ഇതുപോലെ തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കൽമാസ് മൊത്തത്തിൽ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നിക്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനെ കഴിക്കാം, പക്ഷേ ഫ്രൈ ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റാണ്. പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനുള്ള ചെറിയൊരു മസാല കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 വലിയ സ്പൂൺ ഇതുപോലെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, കാരണം സ്പൈസി മസാലയാണല്ലോ, അതുകൊണ്ട് തന്നെ പുറമേ ഓവർ എരിവാക്കുന്നില്ല. പിന്നെ നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും, പിന്നെ നമുക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഒന്നിങ്ങനെ കുത്തി എടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓവർ അങ്ങനെ പേസ്റ്റ് ആക്കിയിട്ടൊന്നും ചേർത്ത് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളം തൊലിയോടുകൂടി കുത്തിയെടുത്തതിന് പൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ ആക്കിയിട്ട് മാറ്റിയെടുക്കുക, നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ലൂസ് തന്നെ ഞാൻ ബാറ്റർ റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ഓവർ തിക്കായിട്ട് ഭയങ്കര ടൈറ്റായിട്ടുള്ള മുളക് മസാല റെഡിയാക്കേണ്ട കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൽമാസ് പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ കരിഞ്ഞ് കാണാൻ ഒട്ടും ഭംഗി ഉണ്ടാവില്ല. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഒരു പാൻ വെച്ചിട്ട് ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒരു കിഡിലും ടേസ്റ്റാണ് കേട്ടോ, ഓയിലിനെക്കാളും അതാണ് നല്ലത് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു പരിപാടിയില്ല, നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മുളക് മസാലയില്ലേ അതിലേക്ക് ജസ്റ്റ് ഇതുപോലെ കൽമാസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് കോട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട കേട്ടോ. ഞാൻ ഒഴിച്ച പോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഓവർ ഫ്ലെയിം അങ്ങനെ കുറച്ച് വെച്ചിട്ട് ഒരുപാട് സമയം അങ്ങനെ ഉണക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്യേണ്ട, ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ലൊരു സോഫ്റ്റായിട്ട് തന്നെ ഒരു ഷാലോ ഫ്രൈ ചെയ്തതിന് ആ ഒരു മുളകിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഇല്ലേ അതൊന്നും മാറിക്കിട്ടണം, അത്ര മാത്രമേ ചിന്തിക്കേണ്ടൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഇത് തിരിച്ചും മറിച്ചിട്ടിട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നത്. സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്താൽ പിന്നെ നിങ്ങൾ ഫേവറേറ്റ് ഐറ്റമായിട്ട് മാറും, അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്, കഴിക്കാനും ടേസ്റ്റൊന്നും പറയാനില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഓവർ കരിയാതെ ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചെമ്മീൻ കൽമാസ് റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല മൊഞ്ചില്ല, അതുപോലെ തന്നെ കഴിക്കാനാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്ക് രുചിയാണ്. ഒരു തവണയെങ്കിലും മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ, കാരണം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവില്ല. അതുപോലെ തന്നെ ചെമ്മീൻ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ യൂട്യൂബിൽ തന്നെ വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ നിദാഷസ് കിച്ചണിൽ ചിക്കൻ കൽമാസും മുട്ട കൽമാസും ഒക്കെ. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, അത്രയ്ക്ക് സന്തോഷമുള്ളൊരു വീഡിയോ ആണ് എനിക്ക് ഈ ഒരു കൽമാസ്
എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ചാനലിൽ തന്നെ ഭയങ്കര വ്യൂവും അത്രയേറെ റിവ്യൂസൊക്കെ കിട്ടിയിട്ടുള്ള റെസിപ്പി അല്ലേ ഈ കൽമാസ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, മാക്സിമം ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്സും ഒന്ന് കമൻറ്റ് വഴി അറിയിക്കുക കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്